Hello, good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ AC and DC മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, which bearing is supporting the shaft of moving coil assembly in a PMMC instrument? ഏത് ബിയറിംഗ് ആണ് നമ്മുടെ PMMC ഇൻസ്ട്രുമെന്റിൽ ആ ഒരു സപ്പോർട്ടിംഗ് ദ ഷാഫ്റ്റ് ഓഫ് മൂവിംഗ് കോയിൽ, ആ ഒരു ഷാഫ്റ്റ് മൂവിംഗ് കോയിലിന്റെ ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് ബിയറിംഗ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സ്റ്റീൽ ബിയറിംഗ്, ബുഷ് ബിയറിംഗ്, ജ്വൽഡ് ബിയറിംഗ്സ് ആൻഡ് ഗൺ മെറ്റൽ ബിയറിംഗ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇറ്റ് ഈസ് ജ്വൽഡ് ബിയറിംഗ്സ് ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നമ്മൾ ആ ഒരു ഷാഫ്റ്റ് ഓഫ് മൂവിംഗ് കോയിലിൽ ഏത് ബിയറിംഗ് യൂസ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ജ്വൽഡ് ബിയറിംഗ്സ് ആണ്. ഓക്കെ, what is the full form of abbreviation അല്ലെങ്കിൽ what is the full form of the PMMC meter അല്ലെങ്കിൽ abbreviation of PMMC meter എന്താണ്? നമുക്ക് അറിയുന്നതാണ്. it is permanent magnet moving coil meter ആണ് അല്ലേ? permanent magnet moving coil ആണ്. permanent magnet moving coil, that is PMMC. ഓക്കെ, നമുക്ക് പല ഓപ്ഷൻസ് വരും. പാരലൽ മാഗ്നറ്റ് അല്ലെങ്കിൽ പൊസിഷൻ മാഗ്നറ്റ്, പ്രിൻസിപ്പൽ മാഗ്നറ്റ്, അങ്ങനെ പലതും വരും. പക്ഷെ ആൻസർ പെർമനന്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. Which electrode controls brightness of the image on the screen of oscilloscope? ഓസിലോസ്കോപ്പിന്റെ സ്ക്രീനിലെ ഇമേജിന്റെ ബ്രൈറ്റ്നെസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഏത് ഇലക്ട്രോഡ് ആണെന്നാണ്. ഓക്കെ, ഏതോ ഒരു ഇലക്ട്രോഡ് നമ്മുടെ ആ ഒരു ഇമേജിന്റെ ബ്രൈറ്റ്നെസ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി, വിച്ച് ഈസ് കൺട്രോൾ ഗ്രിഡ് ആണ്. ഓക്കെ, കൺട്രോൾ ഗ്രിഡ് എന്ന ഇലക്ട്രോഡ് ആണ് ആ ഒരു ഇമേജിന്റെ, ആ ഒരു ഓസിലോസ്കോപ്പിന്റെ സ്ക്രീനിലുള്ള ഇമേജിന്റെ ബ്രൈറ്റ്നെസ് കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് കൺട്രോൾഡ് ഗ്രിഡ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Which parameter is measured by a multimeter? മൾട്ടിമീറ്ററിൽ നമ്മൾ ഏത് പാരാമീറ്റർ ആണ് മെഷർ ചെയ്യുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? വോൾട്ടേജ്, എനർജി, ഫ്രീക്വൻസി, ടൈം ഡ്യൂറേഷൻ. നമുക്കറിയാം മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് നമുക്ക് വോൾട്ടേജും ആസ് വെൽ as കറന്റും മെഷർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഓപ്ഷനിൽ നമുക്ക് വോൾട്ടേജ് മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ എ is the right answer. Okay. Which torque is used in PMMC meter movement? PMMC meter മൂവ്മെന്റിൽ ഏത് ടോർക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? ലോ ടോർക്ക് ആണോ, ഹൈ ആണോ, മോഡറേറ്റ് ആണോ, ഇൻസഫിഷ്യന്റ് ആണോ? ഓപ്ഷൻ സി, മോഡറേറ്റ് ടോർക്ക് ആണ് നമ്മുടെ PMMC മീറ്ററിൽ നമ്മൾ മൂവ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Which instrument used to measure resistance, capacitance and inductance? ഓക്കെ, റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. LCR മീറ്റർ. എൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നു, സി കപ്പാസിറ്റർ ആൻഡ് ആർ റെസിസ്റ്റർ. ഇത് മൂന്നും മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് LCR മീറ്റർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. In which arrangement the high value of resistor is connected to the extend the range of voltmeter? വോൾട്ട്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് റെസിസ്റ്ററിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്? ഒരു ഹൈ വാല്യൂ റെസിസ്റ്റർ ആയിരിക്കും. ഓക്കെ, അത് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ സി, സീരീസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഹൈ വാല്യൂ റെസിസ്റ്ററിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റെൻഡ് ദി റേഞ്ച് ഓഫ് വോൾട്ട്മീറ്റർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. The deflecting torque in a PMMC instrument is proportional to the, ഒരു PMMC ഇൻസ്ട്രുമെന്റിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി കറന്റ് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ. ആ കോയിലിലൂടെ ഫ്ലോ ആവുന്ന കറന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. PMMC ഇൻസ്ട്രുമെന്റിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി കറന്റ് ഫ്ലോയിങ് ത്രൂ ദി കോയിൽ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. The purpose of synchronizing control in a CRO. CROയിൽ ഉണ്ടാകുന്ന synchronizing controlന്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ലോക്ക് ദ ഡിസ്പ്ലേ ഓഫ് ദ സിഗ്നൽ. സിഗ്നലിന്റെ ഡിസ്പ്ലേ ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിങ്ക്രണൈസിംഗ് കൺട്രോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ CRO എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കാഥോഡ് റേ ഓസിലോസ്കോപ്പ് ആണ്. ഇറ്റ് ഈസ് എ വെരി ഫാസ്റ്റ് XY പ്ലോട്ടർ ആണ്. നമുക്ക് ആ ഇൻപുട്ട് സിഗ്നലിനും അതുപോലെ തന്നെ അതർ സിഗ്നൽസ് അതിന് നമുക്ക് ആ ടൈമിനനുസരിച്ച് നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടൊരു XY പ്ലോട്ടർ ആണ് നമുക്ക് CRO പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇവിടെ നമ്മൾ ഇന്റൻസിറ്റി കൺട്രോൾ യൂസ് ചെയ്യുന്നുണ്ട്, ഫോക്കസ് കൺട്രോൾ, ട്രേസ് കൺട്രോൾ ആൻഡ് സിൻക്രണൈസിംഗ് കൺട്രോൾ. 4 ടൈപ്സ് ഓഫ് കൺട്രോൾ ആണ് നമുക്ക് വരുന്നത്. ഇന്റൻസിറ്റി കൺട്രോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ആ ഒരു വേവ് ഫോമിന്റെ ബ്രൈറ്റ്നെസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് സ്വീപ്പ് സ്പീഡ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഇന്റൻസിറ്റി ലെവൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്റൻസിറ്റി കൺട്രോൾ എന്തിനു വേണ്ടിയിട്ടാണ്, വേവ് ഫോമിന്റെ ബ്രൈറ്റ്നെസ്സിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത കൺട്രോൾ ആണ് ഫോക്കസ് കൺട്രോൾ. ആ ഒരു വേവ് ഫോമിന്റെ ഷാർപ്നെസ്സിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഫോക്കസ് കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ ട്രേസ് കൺട്രോൾ. ആ ഒരു ട്രേസിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു CRO സ്ക്രീനിൽ കാണുന്ന ട്രേസിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേസ് കൺട്രോൾ യൂസ് ചെയ്യുന്നത്. Then last the synchronizing control എന്തിനാണ്, to lock the display of the signal. സിഗ്നലിന്റെ ആ ഒരു ഡിസ്പ്ലേ ഓഫ് ദ സിഗ്നലിനെ ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ലോക്ക് ദ ഡിസ്പ്ലേ ഓഫ് ദ സിഗ്നലിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിൻക്രണൈസിംഗ് കൺട്രോൾ നമ്മൾ CROയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് 4 types of controls are available in the CRO. Okay, which meter uses a moving coil for measurement? മെഷർമെന്റിന് വേണ്ടിയിട്ട് ഒരു മൂവിംഗ് കോയിൽ നമ്മൾ താഴെ തന്ന ഓപ്ഷനിൽ ഏത് ഡിവൈസ് അല്ലെങ്കിൽ ഏത് മീറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? LCR മീറ്റർ, PMMC മീറ്റർ, MI റിപ്പൽഷൻ ടൈപ്പ്, MI അട്രാക്ഷൻ ടൈപ്പ്. നമുക്കറിയാം പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ, ആ പേരിൽ തന്നെ നമുക്കുണ്ട് മൂവിംഗ് കോയിൽ എന്നുള്ളത്. സോ PMMC ആണ് നമ്മൾ ഒരു മൂവിംഗ് കോയിൽ നമ്മൾ മെഷർമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബേസ്ഡ് ഓൺ വിച്ച് പ്രിൻസിപ്പിൾ ഡസ് എ മൂവിംഗ് കോയിൽ മീറ്റർ വർക്ക്? ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് മൂവിംഗ് കോയിൽ മീറ്റർ വർക്ക് ചെയ്യുന്നത്? ഓപ്ഷൻസിൽ ഫാരഡേസ് വോൾട്ടേജ് ലോ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ. മൂവിംഗ് കോയിൽ മീറ്റർ വർക്ക് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഫാരഡേസ് വോൾട്ടേജ് ലോ. എന്താണ് ഫാരഡേസ് വോൾട്ടേജ് ലോ? ദ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇൻ എ സർക്യൂട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓവർ ടൈം ഓഫ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദാറ്റ് സർക്യൂട്ട്. ഓക്കെ, അവിടെ അതായത് ഒരു സർക്യൂട്ടിൽ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓവർ ടൈം, ആ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിൽ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടൈം, ആ ഒരു സർക്യൂട്ടിലൂടെ വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓവർ ടൈം, ഓക്കെ, അതിന്റെ പ്രൊപ്പോർഷനിലായിരിക്കും നമുക്ക് ഈ പറയുന്ന ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രിൻസിപ്പിളിനെ ഫാരഡേസ് വോൾട്ടേജ് ലോ ബേസ് ചെയ്തിട്ടാണ് മൂവിംഗ് കോയിൽ മീറ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമുക്ക് തന്നിരിക്കുന്നത് റൈറ്റ് ഓപ്ഷൻ. സ്കെയിൽ ഓഫ് PMMC ഇൻസ്ട്രുമെന്റ് ഈസ്. ഒരു PMMC ഇൻസ്ട്രുമെന്റ് സ്കെയിൽ എങ്ങനെയായിരിക്കും? ഓപ്ഷൻസ് ക്യൂബ്ഡ്, ലീനിയർ സ്കെയിൽ, യൂണിഫോം, സ്ക്വയർഡ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇറ്റ് ഈസ് യൂണിഫോം ആണ്. ഓക്കെ, ആ ഒരു PMMC ഇൻസ്ട്രുമെന്റിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് യൂണിഫോം ആണ്. അപ്പൊ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം നമുക്ക്. യൂണിഫോം സ്കെയിൽ ആണ്, ഹൈ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ ആണ്, used for DC measurements only, not influenced by the stray magnetic field and no hysteresis law. These are some characteristics of the PMMC instrument. Okay, Wheatstone bridge can be used to measure. Wheatstone bridge use ചെയ്തിട്ട് നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് റെസിസ്റ്റൻസ്. നമുക്കറിയാം Wheatstone bridge നമ്മൾ പല രീതിയിൽ ആ ഒരു റെസിസ്റ്റൻസിന് നമ്മൾ പല രീതിയിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ റെസിസ്റ്റൻസിന്റെ വാല്യൂസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെ. Wheatstone bridge നമ്മൾ എന്താ ചെയ്യുന്നത്? യൂസ്ഡ് ടു മെഷർ ദി വാല്യൂസ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നോക്കൂ നമുക്ക് എന്തൊക്കെ ഡിവൈസ് ഏതിനൊക്കെയാണ് യൂസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് ഹൈ റെസിസ്റ്റൻസ് ആണെങ്കിൽ മെഗാ സർക്യൂട്ട്, ലോസ് ഓഫ് ചാർജ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. മീഡിയം റെസിസ്റ്റൻസ് ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ഓം മീറ്റർ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ലോ റെസിസ്റ്റൻസ് ആണെങ്കിൽ കെൽവിൻ ഡബിൾ ബ്രിഡ്ജ്, പൊട്ടൻഷ്യോമീറ്റർ, അമ്മീറ്റർ, വോൾട്ട് മീറ്റർ മെത്തേഡ്. ഓക്കെ, ദെൻ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൈ ഇൻഡക്റ്റൻസ് വാല്യൂ, ഹൈ ക്യൂ വാല്യൂ ആണെങ്കിൽ ഹെയ്സ് ബ്രിഡ്ജ് ആണ് യൂസ് ചെയ്യുന്നത്. മീഡിയം ക്യൂ വാല്യൂ ആണെങ്കിൽ വി ആർ യൂസിംഗ് മാക്സ്വെൽ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ് ആണ്. വെരി ലോ ക്യൂ വാല്യൂ ആണെങ്കിൽ ഓവൻസ് ബ്രിഡ്ജ് ആൻഡ് ആൻഡർസൺ ബ്രിഡ്ജ്. ഓക്കെ, ദെൻ മെഷർമെന്റ് ഓഫ് കപ്പാസിറ്റൻസ്, ലോസി കപ്പാസിറ്റൻസ് ആണെങ്കിൽ ജെറിംഗ് ബ്രിഡ്ജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോസ്ലെസ് കപ്പാസിറ്റർ ആണെങ്കിൽ ഡി സോട്ടീസ് ബ്രിഡ്ജ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then the measurement of frequency we are using Wien bridge. Okay, ഇതാണ് നമുക്ക് ആ ഒരു മെഷർമെന്റ്സിന് വരുന്ന ആ ഒരു ഓരോ മെഷർമെന്റുകൾ യൂസ് ചെയ്യുന്ന ടൈപ്സ് മെത്തേഡുകൾ എന്ന് പറയുന്നത്. Which among the given is the insulation resistance test voltage required for the equipment running on a maximum of 600 volts? 600 voltsൽ റൺ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റിന് അതിന്റെ റെസിസ്റ്റൻസ് ടെസ്റ്റ് വോൾട്ടേജ് എത്രയായിരിക്കും വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് വോൾട്ടേജ് നമുക്ക് 600 വോൾട്ടിൽ മാക്സിമം റൺ ചെയ്യുന്ന എക്യുപ്മെന്റിന് എത്രത്തോളം
ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് വോൾട്ടേജ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി 1000 വോൾട്ട് ആണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അത് ആ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ഉണ്ട് നമുക്ക്. നോക്കൂ, ബിറ്റ്വീൻ 0 to 550 വോൾട്ടേജ് ആണ് വരുന്നതെങ്കിൽ ടെസ്റ്റ് വോൾട്ടേജ് നമുക്ക് 250 വോൾട്ടേജ് ഓഫ് DC ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ യൂസ് ചെയ്യുന്നതിന്റെ മിനിമം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.5 മെഗാ ഓം ആണ്. If it is between 50 voltage to 500 voltage ആണെങ്കിൽ we should use the test voltage of 500 voltage DC. Okay, the resistance value, minimum resistance value 1 mega ohm ആണ്. If the voltage is normal circuit voltage is between 500 to 1000 voltage ആണെങ്കിൽ we use the test voltage of 1000 voltage DC. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 600 voltage ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. So it is in between the 500 and 1000. So we are using test voltage of 1000 voltage and the minimum resistance is 1 mega ohm ആണ് വരുന്നത്. Okay. Which frame is used for winding the coil of PMMC meter? ഒരു PMMC മീറ്ററിന്റെ കോയിൽ വൈൻഡ് ചെയ്യുന്നതിന് ഏത് ഫ്രെയിം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സ്റ്റീൽ ഫ്രെയിം, വുഡൻ ഫ്രെയിം, സെറാമിക് ഫ്രെയിം ആൻഡ് ഓപ്ഷൻ ഡി അലുമിനിയം ഫ്രെയിം. ഓപ്ഷൻ ഡി ആണ് നമുക്ക് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഒരു PMMC മീറ്ററിന്റെ വൈൻഡിങ് ഓഫ് ദ കോയിലിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അലുമിനിയം ഫ്രെയിം ആണ്. In a permanent magnet moving coil instrument, damping torque is provided by. Okay, ഒരു പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ അല്ലെങ്കിൽ PMMC ഇൻസ്ട്രുമെന്റില് ഡാമ്പിംഗ് ടോർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് തെർമൽ എഫക്ട്, എഡി കറന്റ്സ്, എയർ ഫ്രിക്ഷൻ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇറ്റ് ഈസ് എഡി കറന്റ്സ്. ഓക്കെ, എഡി കറന്റ് ആണ് നമുക്ക് PMMCയില് ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ടൈപ്പ് ഓഫ് ഡാമ്പിങ്ങും ഏതൊക്കെ ഇൻസ്ട്രുമെന്റിലാണ് നമുക്ക് നോക്കാം. ഓക്കെ, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് മൂവിംഗ് അയൺ ആൻഡ് EDM, അതായത് ഇലക്ട്രോ ഡൈനാമോ മീറ്റർ. ഈ രണ്ട് ഇൻസ്ട്രുമെന്റ്സിലാണ് നമ്മൾ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ESV, ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട്മീറ്റർ. അതുപോലെ തന്നെ ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. ഈ രണ്ട് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിലാണ് നമ്മൾ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then eddy current damping അല്ലെങ്കിൽ damping torque, അത് ഏതിലാണ് നമ്മൾ PMMCയിലാണ്. അതുപോലെ തന്നെ ഇൻഡക്ഷൻ ടൈപ്പ്, അതായത് പെർമനന്റ് മാഗ്നറ്റിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പിലാണ് നമ്മൾ eddy current damping യൂസ് ചെയ്യുന്നത്. ഓക്കെ, then electromagnet damping using in flux meter. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ടൈപ്പ് ഓഫ് ഡാമ്പിങ്ങും ഇൻസ്ട്രുമെന്റ്സും. നമുക്ക് തന്നിരിക്കുന്നതിൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് വൺ പ്രൊവൈഡഡ് ദി ഡാമ്പിംഗ് ടോർക്ക് ഇൻ PMMC ആണ് അല്ലെ. സോ ദാറ്റ് ഈസ് eddy current ആണ്. Why the soft iron pieces in the moving iron meter is tongue shaped? ഒരു മൂവിംഗ് അയൺ മീറ്ററിൽ ഉണ്ടാവുന്ന സോഫ്റ്റ് അയൺ പീസസ് ഒരു ടങ് ഷേപ്പിലാണ് ഉണ്ടാകുന്നത്. What is the reason ആണ്? ഓപ്ഷൻസിൽ എന്തൊക്കെയാണ്? To generate heat, to damp the oscillations, to achieve uniformity of scale, to produce magnetic attraction. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. To achieve the uniformity of scale, ആ ഒരു സ്കെയിലിന്റെ യൂണിഫോമിറ്റി അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു മൂവിംഗ് അയൺ മീറ്ററിൽ സോഫ്റ്റ് അയൺ പീസസ് ഒരു ടങ് ഷേപ്പിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. How the sensitivity of voltmeter is determined? ഓക്കെ, ഒരു വോൾട്ട്മീറ്ററിന്റെ സെൻസിറ്റിവിറ്റി എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഓപ്ഷൻസ് FSD കറന്റ്, മീറ്റർ കോയിൽ റെസിസ്റ്റൻസ്, ഓംസ് പെർ വോൾട്ട് റേറ്റിംഗ്, മാക്സിമം വോൾട്ടേജ് മെഷർമെന്റ്. ഓപ്ഷൻ സി ഓംസ് പെർ വോൾട്ട് റേറ്റിംഗ്. ഓക്കെ, സെൻസിറ്റിവിറ്റി ഓഫ് വോൾട്ട്മീറ്റർ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓംസ് പെർ വോൾട്ട് റേറ്റിംഗ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നോക്കൂ, സെൻസിറ്റിവിറ്റി ഓഫ് വോൾട്ട്മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഓംസ് പെർ വോൾട്ടിലാണ് യൂഷ്വൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അത് എന്താണ് സെൻസിറ്റിവിറ്റി ഓഫ് വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ റെസിസ്റ്റൻസിനും ഫുൾ സ്കെയിൽ റീഡിംഗ് ഓഫ് ദ സെയിം, ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ തന്നെ ഫുൾ സ്കെയിൽ റീഡിങ്ങിനുമുള്ള ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻസിറ്റിവിറ്റി ഓഫ് വോൾട്ട്മീറ്റർ എന്ന് പറയുന്നത്. സെൻസിറ്റിവിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് S ആണ്. ഓക്കെ, അതിനെന്ന് പറയുന്നത് ഒരു ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറന്റിന്റെ റെസിപ്രോക്കൽ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ദ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ വോൾട്ട്മീറ്റർ ഈസ് എക്സ്പ്രസ്ഡ് ബൈ RM is equal to VFSD by IFSD ആണ് വരുന്നത്. ഓക്കെ, what is the name of the procedure carried out to ensure the trustworthy standard of the measuring instrument? ഓക്കെ, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അല്ലെങ്കിൽ ആ ഒരു trustworthy standard of measuring instruments ന് വേണ്ടിയിട്ട് നമ്മൾ ഏത് പ്രൊസീജിയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ, ആ ഒരു കറക്റ്റ് ആണോ നമുക്ക് കിട്ടിയതെന്നുള്ളത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദാറ്റ് ഈസ് ഓപ്ഷൻ എ കാലിബ്രേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്. ഓക്കെ, അല്ലെങ്കിൽ പ്രൊസീജിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
Which of the following can be used for measurement by CRO? CRO measurement ചെയ്യുന്നത് ഏതൊക്കെയാണ്? Okay. Only frequency, only electric current, only voltage. Voltage, electric current, frequency and phase difference. നമുക്കറിയാം ഓപ്ഷൻ ഡി is the right answer. നമുക്ക് CRO യൂസ് ചെയ്തിട്ട് voltage, electric current, frequency and phase difference can be measured. Okay. ഓപ്ഷൻ ഡി ആണ് right answer. Okay. അടുത്ത question ആണ്. Which type of wave is generated in Schmitt trigger circuit? Option sine wave, square wave, sawtooth wave and triangular wave. Option B square wave ആണ് ആൻസർ. So the Schmitt trigger വഴി നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത് സ്ക്വയർ വേവ് ആണ്. ഓപ്ഷൻ ബി is the right answer. Which band is used for UHF in International Telecommunication System? International Telecommunication System UHF ഏത് ബാൻഡ് ആണ്? അൾട്രാ ഹൈ ഫ്രീക്വൻസി ആണ് UHF മീൻസ്. ഏത് ബാൻഡ് ആണ്? ഇറ്റ് ഈസ് ബാൻഡ് 9 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ബാൻഡ് 9 ആണ് നമ്മൾ UHF യൂസ് ചെയ്യുന്നത്. ഓക്കെ. A shunt is required to extend the range of 1 milliampere to 10 milliampere while the meter resistance is 36 ohm. The value of shunt will be. Okay, അപ്പോൾ ഷണ്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അതായത് 1 milliampere നിന്ന് 10 milliampereലേക്ക് മീറ്റർ റെസിസ്റ്റൻസ് 36 ohms തന്നെ വെച്ചിട്ട് തന്നെയാണ് നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഷണ്ടിൽ നമുക്ക് എത്രത്തോളം വേണം, അല്ലെങ്കിൽ ഷണ്ടിന്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് 4 ohm ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ്. അപ്പൊ നോക്കൂ, RSH is equal to RM by I by IM minus 1 ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? RSH is equal to RM by M minus 1, വേർ M എന്ന് പറഞ്ഞാൽ I by M. അതായത് ഈ ഒരു ടേമിന് പകരം ഞാൻ M എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. M എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മൾട്ടിപ്ലൈയിങ് ഫാക്ടർ അല്ലെങ്കിൽ പവർ എന്ന് പറയാം. ഓക്കെ, RM നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 36 ohm ആണ്. I10 അതായത് ഫൈനൽ 10 milliampere-ഉം IM ഫസ്റ്റത്തെ എത്രയാണ്? 1 milliampere ആണ്. അപ്പൊ അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? 36 by 10 by 1 minus 1. അപ്പോൾ 36 by 10 minus 1 എന്ന് പറഞ്ഞാൽ 9 ആണ്. 36 by 9 it is 4 ohm ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. Kelvin bridge is used to measure. Kelvin bridge എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു ടേബിളിൽ നോക്കിയിരുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി ലോ റെസിസ്റ്റൻസ് മെഷർമെന്റ് ആണ് അല്ലെ. ഇറ്റ് ഈസ് മെഷർമെന്റ് ഓഫ് ലോ റെസിസ്റ്റൻസ് ആണ്. DC bridges are used to measure the resistance and AC bridges are used to measure the inductance and capacitance. DC bridge യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? റെസിസ്റ്റൻസ്. AC bridges are used to measure the inductance and capacitance, where Kelvin bridge is used to measure the very low resistance value. Okay. The shape of the time-based signal of a CRO is generally a. ഒരു ടൈം ബേസ് സിഗ്നൽ ഓഫ് CROയുടെ ഷേപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻസിൽ എന്താണ്? സൈൻ വേവ്, സ്ക്വയർ വേവ്, ട്രയാങ്കിൾ വേവ്, സോട്ടൂത്ത് വേവ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇറ്റ് ഈസ് എ സോട്ടൂത്ത് വേവ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ടൈം ബേസ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ജനറേറ്റ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു കറന്റ് വേവ് ഫോം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ലീനിയർ ആയിട്ട് ടൈമിനനുസരിച്ച് ലീനിയർലി വേവ് ഫോം വേരി ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്ന ടൈം ബേസ് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഒരു സോട്ടൂത്ത് വേവ് ഫോം ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ആ ഒരു ടൈം ബേസ് ജനറേറ്ററിന്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ the signal should be varied with time. കാരണം ലീനിയർലി വിത്ത് ടൈം ആണ്. അപ്പൊ നമുക്ക് ആ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് വേരി ആവുന്നുണ്ട്. സോ ഇറ്റ് മേക്സ് ദ സിഗ്നൽ സ്വീപ് ബീം ഹൊറിസോണ്ടലി അക്രോസ് ദി സ്ക്രീൻ. ഓക്കെ, ഓക്കെ, ദ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു വരുന്ന വോൾട്ടേജിനെ നമുക്ക് സ്വീപ്പ് വോൾട്ടേജ് എന്ന് പറയാം. സോ അതുകൊണ്ട് നമുക്ക് ടൈം ബേസ് ജനറേറ്റേഴ്സിനെ നമുക്ക് എന്ത് പറയാം? സ്വീപ്പ് സർക്യൂട്ട്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കൂ. കാഥോഡ് റേ ഓസിലോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. ടെലിവിഷൻ, റഡാർ ഡിസ്പ്ലേസ്, precise time measurement system and the time modulation. These are some examples of the some applications of the time based generators. Okay, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു AC and DC മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.